ഹലോ ഗൈസ്, പ്ലക്കത്തി പുതിയ ചലഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അവൾ ആലപ്പുഴയിലുള്ള ഏതാ ഒരു റെഡ് സ്ട്രീറ്റിൽ ജനിച്ചാണെന്ന്, അവൾ അമ്മച്ചി എത്ര പേരെ കയറിയിട്ടുണ്ടെന്നും അവൾ എത്ര പേർക്ക് കയറാൻ കൊടുത്തു എന്നുള്ളതിൻ്റെ റിസൾട്ട് കൊണ്ട് ഞാൻ വരണമെന്ന്. എടി പ്ലക്കത്തി, അങ്ങനെയൊക്കെ എടുക്കാൻ പോയാൽ ഒരു 200 പേജിൻ്റെ ബുക്ക് തികയാതെ വരുമെന്ന് എനിക്കറിയാലോ. ഈ പ്ലക്കമ്മേ, എന്തടി പ്ലക്കത്തി? പിന്നെ നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് നിനക്കൊരു മറുപടി തരണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് എനിക്ക് ആ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു മറുപടി പറയുന്നതാണ്. മൈക്ക് ഊരി മാറ്റി, സൗണ്ട് കുറവന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ട് മൈക്കില്ലാതെയാണ് പറയുന്നത്. എന്താ പ്ലക്കത്തി പറഞ്ഞേ? എൻ്റെ ഉമ്മ റെഡ് സ്ട്രീറ്റിലാണ്. റെഡ് സ്ട്രീറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് 50,000 രൂപ പെൻഷൻ കിട്ടേണ്ട ആവശ്യം എന്തുവാടി? അങ്ങനെയൊക്കെയാണ് റെഡ് സ്ട്രീറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് സർക്കാർ 50,000 രൂപയുടെ പെൻഷനൊക്കെ കൊടുക്കും? ആണോ? സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയറായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായി റിട്ടയറായ എൻ്റെ അമ്മ റെഡ് സ്ട്രീറ്റിലും, നിൻ്റെ അമ്മ ബസ് സ്റ്റാൻഡിൽ കുനിഞ്ഞു നിന്ന് കൊടുത്തിരുന്ന നിൻ്റെ അമ്മച്ചി ഭയങ്കര മിടുക്കിയുമാവുന്നത് ഏത് രീതിയിലാണ്? അഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ, ഷെഫീന ബീവി, ഷെഫീന മൻസിൽ, പറകുന്ന് പീവോ, നാവായിക്കുളം എന്ന്. നാവായിക്കുളത്ത് പറകുന്നിൽ അവിടെ വന്ന് ഷെഫീന ബീവിയും ഉമ്മായും റെഡ് സ്ട്രീറ്റിലുള്ളതാണെന്ന് പ്ലക്കത്തി നീയൊന്ന് തെളിയിരടി പ്ലക്കത്തി. ഇപ്പോഴല്ലേ ആ പ്ലക്കത്തി നീ അഡ്രസ്സ് പറയണത്? പിന്നെന്താ പട്ടി പിളക്കൂലെന്ന്? ഞങ്ങളുടെയൊന്നും നാട്ടിൽ പട്ടിയുടെ കൂടെ കിടക്കാറില്ല, പട്ടിയുടെ കൂടെ കിടക്കുന്നത് പട്ടിച്ചിയാണ്. നീ എങ്ങനെയൊക്കെ ആയിരിക്കും, പട്ടിയെ കണ്ടാലും വിടൂലായിരിക്കും. അടുത്തെന്താ ട്രാൻസ്ജെൻഡേഴ്സ്? അത് നിൻ്റെ ഒരു കറക്ക് കമ്പനി കണ്ടപ്പോൾ മനസ്സിലായി. നിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കുന്നത് ട്രാൻസിൻ്റെ കൂടെ കിടന്നിട്ടായിരിക്കും. അങ്ങനെയായിരിക്കും. ഞാൻ എന്തായാലും ആ ലെവലിൽ വരത്തില്ല. അങ്ങനെ ഇപ്പോൾ ട്രാൻസുകളെന്ന് പറയുന്നത് അവർ ഇതുപോലുള്ള ആളുകളെ കാണുമ്പോൾ അവരെ പ്രോഗ്രാം ചെയ്യാൻ നടക്കുകയാണ്. എനിക്കതറിയത്തില്ലായിരുന്നു. അനുഭവമുള്ളവർക്കല്ലേ അതൊക്കെ പറയാൻ പറ്റും. അനുഭവം കൂട്ടക്കുരു മൂലക്കുരു, അത് തന്നെയാണ് നീ. പിന്നെ പ്ലക്കിത്തള്ളേ, നിൻ്റെ സംസ്കാരം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായതാണ്. ഇടയ്ക്ക് അനന്തു നിന്നെ എടുത്തു വെച്ച് നന്നായിട്ട് അങ്ങ് തരുന്നുണ്ടായിരുന്നു, അണ്ണാക്കി. അതെന്തിനായിരുന്നു? പിന്നെ ക്യാമറയും കൊണ്ട് നാട്ടുകാരുടെ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ടോന്ന്? ക്യാമറയും കൊണ്ട് നാട്ടുകാരുടെ ബെഡ്റൂമിൽ പോകാൻ ഞാൻ പോയി എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ ബെഡ്റൂമിലൊക്കെ പോയി ചരിത്രമുള്ളവർക്കാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്കെന്തായാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ചെയ്യുന്നത് വീഡിയോ അല്ല, നീ ചെയ്യുന്നത് മാത്രം വീഡിയോ ആണെന്ന് പറയാൻ പ്ലക്കത്തി. നാട്ടുകാരും കൂടെ വിശ്വസിക്കണേടി പ്ലക്കത്തി. എന്നെ കണ്ട ആർക്കും പ്ലക്കാൻ തോന്നില്ല. താങ്ക് യു സോ മച്ച്. അത് ഞാനൊരു ഹോണർഷിപ്പായിട്ട് എടുക്കുന്നു. അപ്പം തന്നെ നീ പറഞ്ഞത് പോയില്ലേ? നീ നേരത്തെ പറഞ്ഞത് ഇതും കൂടെ ടാലിയാകാത്തത് കണ്ടില്ലേ? ഞാൻ പ്ലക്കിൻ്റെ കാര്യം പറയണത് എന്നെ ആരും പ്ലക്കാനില്ലാത്തത് കൊണ്ടാണ് എന്നല്ലേ നീ പറഞ്ഞത്? അതിനടി എനിക്കങ്ങനെ ആരുമില്ല. പക്ഷെ നിനക്കവിടെ ഇഷ്ടം പോലെ പേരുണ്ട്. ട്രാൻസ് പെടും, പട്ടി പെടും, നാട്ടിലെ കുട്ടി പെടും, സർവത്ര പേരും കയറി നിരങ്ങി മറിഞ്ഞ് കുതിഞ്ഞ് വരും. പിന്നെ നിൻ്റെ കൊച്ചിനെ പറയും. ഞാൻ പറയണില്ലടി, നാട്ടുകാർ പറഞ്ഞോളൂ. ഞാൻ പറയണ്ട, നാട്ടുകാർ പറഞ്ഞോളൂ. അതിനുള്ള എല്ലാ വകുപ്പും തള്ള ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും ഞാനോ എൻ്റെ ഉമ്മായോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഒരു സ്ത്രീകളും നാളിതുവരെ ഇതുപോലെ പ്ലക്കി നടക്കുന്ന പ്ലക്കിങ്ങിനെ അനുകൂലിക്കാറില്ല. കള്ളക്കടത്ത്, കൂട്ടിക്കൊടുപ്പ്, ഇതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. അങ്ങനെ നടത്തുന്നത്, അതായത് വട വിൽക്കാനുണ്ടേ, വട ചെറുതാണേ, വട സ്വീറ്റാണേ എന്ന് പറയുന്നവളെ പുകഴ്ത്തുന്ന പരിപാടി എനിക്കല്ല. അപ്പോൾ അങ്ങനെ പുകഴ്ത്തുന്ന നീയാണോ പിമ്പ്, ഞാനാണോ പിമ്പ്? കോമൺ സെൻസ് യൂസ് ചെയ്യുന്ന മനുഷ്യർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കോമൺ സെൻസ് യൂസ് ചെയ്യണം, അല്ലാതെ നിന്നെപ്പോലെ പ്ലക്കിങ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. പ്ലക്കിങ്ങിന് സപ്പോർട്ട് പറയുന്ന പ്ലക്കത്തിയായ നിനക്ക് ഷെഫീന ബീവിയെ പറയാൻ എന്ത് യോഗ്യത? പിന്നെ തെറി. അയ്യോടി, നീ ഒന്നും പറയൂല, അല്ലയോ കുക്കുണുവാവ. എൻ്റെ ശരീരം കണ്ടാലോ എൻ്റെ ഫേസ് കണ്ടാലോ ആർക്കും ഒന്നും തോന്നൂല എന്ന് പറയുന്ന നീ നിൻ്റെ ബോഡി കണ്ടിട്ടില്ലേ? ഞാൻ വികാലാംഗയാണെന്നൊക്കെ മോളെ, അത് പൊള്ളും, അത് ഞാൻ പൊള്ളിക്കാറുണ്ട്. അങ്ങനെ പറയുന്നവരെ ഞാൻ പൊള്ളിക്കാറുണ്ട്. അത് വിട്ടുപിടി, ആ ഒരു സാധനം നീ വിട്ടുപിടി. എനിക്ക് വയ്യായ്മ വന്നത് എൻ്റെ കയ്യിരിപ്പുകൊണ്ട് എന്നെ തല്ലി അങ്ങനെയാക്കിയതാണ്. ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ ഒരു സൈഡ് തളർന്നവളാണ് ഞാൻ. അതേ ഭർത്താവിൻ്റെ ആത്മാവ് പറയേണ്ടവരടുത്ത് പറഞ്ഞത് കൊണ്ട് അതിൽ നിന്ന് മോചനമുണ്ടായി നടന്നു നിൽക്കുന്നവളാണ് ഞാൻ. പിന്നെ കാലിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതില്ല എന്ന് ഞാൻ തർക്കം പറയുന്നില്ല. അതും മാറുന്നതാണ്. അത് മനസ്സിൻ്റെ നന്മ കൊണ്ടും ചെയ്ത പുണ്യപ്രവൃത്തി കൊണ്ടുമാണ്. തീർച്ചയായിട്ടും മാറും, മാറ്റമുണ്ടാവും. എൻ്റെ കാറ് ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, നാട്ടുകാരെ കൊണ്ടല്ല. ഞാൻ വാങ്ങിയത് തന്നെയാണത്. നിന്നെപ്പോലെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ കൂട്ടിക്കൊടുപ്പ് നടത്തുകയും സ്വർണ്ണ ബിസ്ക്കറ്റ് വിറ്റ് തന്നുകയും കണ്ടവൻ്റെ കൂടെ നിരങ്ങുകയും അരയും കുറയും തുണി ഇട്ടിട്ടുണ്ട് മാർവാടി സ്റ്റൈലിരുന്നുകൊണ്ട് കൂത്തടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെയൊന്നും അനുകൂലിച്ചല്ല ആ പണം ഉണ്ടാക്കിയത്. നല്ല സാംസ്കാരികമായി ഉന്നതിയുള്ള സുൽത്താൻ കുടുംബത്തിൽ ജനിച്ച ഷെഫീന ബീവിയാണ് ഞാൻ. അതല്ല എന്ന് നീ പറയാൻ
നിന്റെ അഡ്രസ്സ് ഞാൻ തിരക്കി വന്ന് അന്ന് തീരുന്നിട്ട് ടപ്പേ 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 ടോട്ടോ ടോട്ടോ എന്ന് പൊട്ടി തകരാനുള്ള സാധനമേ ഉള്ളൂ. എടി ജയിച്ചു പൊടി നാറി പൊളക്കത്തി കുച്ചു പക്കളത്തി. എടി ഇന്ന വരെ എനിക്ക് വേണ്ടി എൻ്റെ സപ്പോർട്ടീവായിട്ട് വീഡിയോ ചെയ്ത ഏതെങ്കിലും ഒരാൾ ഒരു വാക്ക് കൊണ്ട് പോലും നിന്നെ മോശം പറഞ്ഞായിട്ട് അറിയാമോ? നിനക്ക് വളരെ മാന്യമായ ഭാഷയിലാണ് ആ കുട്ടികളൊക്കെ നിന്നെ പറയുന്നത്. പക്ഷെ നിനക്ക് വേണ്ടി സപ്പോർട്ട് പറയുന്ന ഒരു മുഴുക്ക പറയുന്നത് അബ്ലക്കിങ് 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 അബ്ലക്കിങ്. പ്ലക്കമ്മേ നിന്നെ കാണാൻ പ്ലക്കിനായ ആളുകൾ വരും. അത്രയും ഞാനും പറഞ്ഞോളൂ. നിനക്ക് പ്ലക്കാണ് പരിപാടി എന്നാ ഞാൻ പറഞ്ഞേ. അത് നീയും സമ്മതിച്ച കേസാണ്. പിന്നെ എന്തിനാടി അതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ചിട്ടൻ 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 ചിട്ടാന്ന് പറഞ്ഞുകൊണ്ട് വരുന്നേ? എന്നെ ആർക്കും വേണ്ട, അതെനിക്ക് മനസ്സിലായി. കാരണവും ഞാൻ പറഞ്ഞുതരാം. പലരും പബ്ലിക്കിൽ ഫോൺ നമ്പർ ഇടത്തില്ല. ഇനി അഥവാ ഇട്ടാലും അവർക്കൊരു ഇതുണ്ടാകും. എന്തിനാണ് ഫോൺ നമ്പർ ഇട്ട് കൊടുക്കുന്ന? ആളുകൾ വിളിക്കണം, കൊഞ്ചണം, പറയണം, അത്യാവശ്യം എൻഗേജ്മെൻ്റ് ആക്കണം, ഇത്രാം ദിവസം ഇത്ര മണിക്ക് വരും, ഇത്ര രൂപയ്ക്ക് നീ എന്നെ എൻഗേജ് ആക്കുമോ ഇല്ലയോ എന്ന ചോദ്യം കൊണ്ടുവരുന്ന ഒരു പ്രത്യേക സംവിധാനം നമുക്കുണ്ട്. അതൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരാറില്ല. എന്നെ ആരും കോൾ ചെയ്യാറില്ല. എന്താണോ എന്തോ, വേറൊന്നും കൊണ്ടല്ലടി, ഞാൻ നല്ല കൊടുക്കും. അനാവശ്യമായി കാര്യകാരണങ്ങളില്ലാതെ ചുമ്മാ എന്നെ കോള് വിളിച്ച് കൊഞ്ചാനായിട്ട് വന്നാൽ തിരിച്ചതേ നാണത്തിൽ നെറ്റിയടി ഞാൻ കൊടുക്കും. അതുകൊണ്ട് തന്നെ എന്നെ ആരും വിളിക്കാറില്ല. പിന്നെ എന്നെ കണ്ടാൽ അങ്ങനെ ആർക്കും തോന്നാറില്ല. അതെന്താ, നിൻ്റെ അടുത്തൊന്നും അല്ല ആരെങ്കിലും പറഞ്ഞ അവരെ കണ്ടാൽ അങ്ങനെ തോന്നില്ല എന്ന്? ഇവിടെ ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ എന്നോട് പ്രണയമുള്ള ഒരു പ്രണയം എഴുതി വയ്ക്കുന്നുണ്ട്. ഈ നാണക്കേടിൽ നിന്ന് എന്നെ സഹായിക്കൂ. എന്നോട് ഇഷ്ടമുള്ളവർ പ്ലീസ് നിങ്ങളുടെ പ്രണയം ഇവിടെ ഓപ്പണായിട്ട് പറയൂ പ്ലീസ്. എന്നെ പ്രണയിക്കാൻ അറിയാം. എല്ലാവരും പറയണതാണ് എന്നെ ആരും പ്രണയിക്കൂല, എന്നെ കണ്ട ആർക്കും പ്രണയം തോന്നത്തില്ല എന്ന്. എടി, എന്നെ കണ്ട പ്രണയമൊക്കെ തോന്നും. നിന്നെ കാണുമ്പോഴത്തേക്കാണ് ആൾക്ക് പ്ലക്കണമെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് നിനക്ക് പ്ലക്കിന് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടുന്നത്. എന്നെ കണ്ടാൽ പ്രേമിക്കണമെന്നും ജീവിത പങ്കാളി ആക്കണമെന്നൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ഉള്ളവർ ഡയറക്റ്റ് വന്ന് എൻ്റെ ഉമ്മച്ചിയുടെ അടുത്ത് സംസാരിക്കും. കാരണം എൻ്റെ വിവാഹവും എൻ്റെ മകൻ്റെ വിവാഹവും ഒക്കെ നിശ്ചയിക്കാൻ വീട്ടിൽ മുതിർന്നവരുണ്ട് എന്നുള്ളതാണ്. ഞാനാരെയും കളഞ്ഞിട്ടൊന്നും ഇറങ്ങിയിട്ടില്ലടി. അന്തസ്സായിട്ട് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത് കൊണ്ട് സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പിരിഞ്ഞ് വന്നതാണ്. അല്ലാതെ ചാനൽ കിട്ടുമ്പോഴൊക്കെ ഞാൻ കിടന്നു കൊടുത്ത് കൊച്ചുണ്ടാക്കിയിട്ട് ആ കൊച്ചിൻ്റെ തന്തയിരുന്ന് തെറി വിളിക്കുന്ന ചരിത്രമൊന്നും എനിച്ചില്ല. നിനക്കതുണ്ട്? ഏത് ഉണ്ട്? എന്നിട്ട് നിന്നെ രണ്ടാമതാരെങ്കിലും നോക്കിയാ? ഇല്ല. എന്തുകൊണ്ട്? നിന്നെ പ്ലക്കാനേ കൊള്ളാവൂ, അല്ലാണ്ട് നിന്നെ ജീവിത പങ്കാളിയാക്കാൻ കൊള്ളൂല. അതുകൊണ്ടാണ് നിനക്ക് ഇതുവരെ മറ്റൊരു വിവാഹാലോചന വരാത്തത്. എൻ്റെ കാര്യത്തിൽ അതല്ല. ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ട്, അന്തസ്സായി വിവാഹം കഴിച്ചു. അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാനൊരു വിവാഹം കഴിച്ചേനാ. നീ വിവാഹമൊക്കെ കഴിക്കൂടി. നീ ഇനി ചലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ ഒരാളെ ഉടനെ തന്നെ കണ്ടെത്തി ഞാൻ വിവാഹം കഴിച്ച് കാണിച്ചു തരാം. പോരെ? ഇപ്പം നിനക്ക് ഒരു സമാധാനമായില്ലേ? പിന്നെ വരട്ടല്ലേ എഴിച്ച് പാടി പിത്തക്കാടി തവള മോറി പോടി അലവലാതി. അവൾ വന്നിരുന്നുണ്ട് കഞ്ഞ. നിനക്ക് കൂട്ടിക്കൊടുപ്പ് സംഘവുമായിട്ടാണ് ബന്ധവും നമുക്ക് മനസ്സിലായി. നീ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നവളാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. പ്ലക്കത്തി. നിനക്കുള്ള മറുപടി ഞാൻ പിന്നെ തരാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും ഒന്നും കൂടെ തരാം. ഞാൻ കുറച്ച് ഭാഗമേ കേട്ടുള്ളൂ. കേട്ടതെല്ലാം ഞാൻ പൂർത്തിയാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെന്തെങ്കിലും ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? വേറെന്താ പറഞ്ഞേ? എൻ്റെ ഉമ്മയുടെ പേര് സുൽബത്ത് ബീവി, സുൽബത്ത് ബീഡിയ. അതൊക്കെ നീ വലിക്കുന്നത് ഞാൻ കണ്ട്. എവിടെ? ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് നിനക്കൊരു സ്പെഷ്യൽ ഇത് തരുന്നതും അവിടെ പോയി നീ വലിച്ചൂതി വിടുന്നതും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. പിന്നെ MDMA കുക്കിയായിട്ടാണല്ലോ നിൻ്റെ സഹവാസമൊക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് നീ ഏതാണ് എന്നെ ഒന്ന് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ഉണ്ട. ആ ഉണ്ടയാണ് ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവരുടെ ബോഡി ഷേമിങ് നടത്തുന്നത്. ഞാനിവിടെ എൻ്റെ വയസ്സ് പറയാനോ എൻ്റെ സൗന്ദര്യം പറയാനോ ആരെങ്കിലും എന്നെ പ്ലക്കോ എന്ന് ചോദിക്കാനോ ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. കണ്ട അസന്മാർഗിക പ്രവർത്തനങ്ങൾക്ക് എഗൻസ്റ്റ് ഒക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. നിന്നെ പോലെയല്ല. ആദ്യം അവർക്കെതിരായിട്ട് സംസാരിക്കുക, പിന്നീട് അവരുടെ കാലിൻ്റെ ഇടയിൽ പോയി കിടന്ന് അവർ പറയണതെല്ലാം ശരിയെന്ന് പറയുക. ഇതൊന്നും എൻ്റെ പരിപാടിയല്ല. ആദ്യം നീ ജാസ്മിൻ ജാഫറിനെതിരെ പറഞ്ഞു, പിന്നീട് നീ ജാസ്മിൻ ജാഫറിൻ്റെ കാലിൻ്റെ അടിയിൽ പോയി കിടന്നു. ആദ്യം നീ രേഷ്മയ്ക്കെതിരെ പറഞ്ഞു, പിന്നീട് രേഷ്മയുടെ കാലിൻ്റെ അടിയിൽ പോയി കിടന്നു. അതായത് അവർക്കൊക്കെ കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് നിനക്കും കൂടെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് അവരിടയ്ക്കിടയ്ക്ക് അവരുടെ കസ്റ്റമറെ നിനക്ക് വിട്ടുതരും. ഓക്കെ? പിന്നെ കൊച്ചിനെ പറഞ്ഞു എന്നുള്ള ആ ഒരു ടാഗ്ലൈൻ, എൻ്റെ കുട്ടീനെ പറഞ്ഞാൽ തിരിച്ചതുപോലെ പറയും. എൻ്റെ ഉമ്മച്ചീനെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മച്ചീനെ നിൻ്റെ ഉമ്മച്ചീനെയല്ല പറയുക, നിൻ്റെ മകളെ പറയുള്ളൂ. കാരണം നീ ഒരു അമ്മയല്ലേ, ആ അമ്മയ്ക്ക് അത് നോവണം. അതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്കതിനകത്ത് വലിയ വേദനയൊന്നുമില്ല. കാരണം
ഫ്യൂച്ചറിലേക്കുള്ള ഒരു വാഗ്ദാനമായി നീ അതിനെ വളർത്തിക്കൊണ്ട് വരികയാണെന്ന് മനസ്സിലായി. എന്തായാലും ഇങ്ങനൊരു തള്ള ഉണ്ട് എന്ന് അതാണ് അറിയുന്നത് അത്രയും അഭിമാനമാണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. കേട്ടോടി പ്ലക്കത്തി. അപ്പോൾ പ്ലക്കത്തിക്ക് അടുത്ത മറുപടിയുമായി വീണ്ടും കാണാം. ടാറ്റാ. വൈദവേ വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാതെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ, പ്രണയിക്കുന്നവർ കമൻറ്റിൽ കൂടെ പ്രണയം രേഖപ്പെടുത്തുക. അത് അവൾ കാണട്ടെ. 2 വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതിൻ്റെ ഒപ്പം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡബിൾ ഡിഗ്രി ഹോൾഡറാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും ഹിന്ദി ലിറ്ററേച്ചറിലും PGDC എന്ന കമ്പ്യൂട്ടർ കോഴ്സും ഒക്കെ പാസ്സായ ഓൺലൈൻ ജേർണലിസ്റ്റാണ് ഷെഫീന ബേബി. നിന്നെക്കാട്ടിയും ക്വാളിഫൈഡ് ആണ്. ഏതിൽ? എവരിത്തിങ്ങിൽ. ഓക്കെ, പാടി പിള്ളേ. തള്ള കരിപ്പ് തീരണില്ലല്ലേ വില്ലി. ഞാൻ പിന്നെ വരാം.